Yo, what's up, guys? Welcome back to another brand new video. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രീമിയം ബട്ട് അൺബോക്സ് ചെയ്തിരുന്നല്ലേ? അത് കണ്ട എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു, ഒരു വില കുറവുള്ള ഒരു പ്രീമിയം ഫ്യൂച്ചർ ഒക്കെ വരുന്ന ഒരു ഇയർബഡ് പറഞ്ഞു തരാമെന്നുള്ളത്. നിങ്ങൾ ആ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗായ്സ്, ഞാൻ അങ്ങനെ ഒരു വില കുറഞ്ഞൊരു പ്രീമിയം ഫീച്ചർ വരുന്ന ഒരു ഇയർബഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. നിങ്ങൾ വീഡിയോയെ കുറിച്ച് എന്ത് കമന്റ് ഉണ്ടെങ്കിലും അത് കമന്റ് ബോക്സിൽ തന്നെ ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ അത് ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് അപ്പിക്കാസ്, അപ്പിക്ക ഹിയർ. I'm back. ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ, Qcy T2c. നിങ്ങൾ പേര് കേട്ട ആരും ഞെട്ടുവൊന്നും വേണ്ട. നമ്മുടെ റെഡ്മി, ഷോമി പോലുള്ള ഫോണുകളുടെ അറിയാലോ നിങ്ങൾക്ക്, അതിന്റെ ഒരു പേരന്റ് ബ്രാൻഡായ എംഐയുടെ ഒരു സബ് ബ്രാൻഡാണ് ഇത്. ഇത് Qcy T2c എന്നും ചിലയിടത്ത് Qcy Qs2 എന്നും അറിയപ്പെടുന്നുണ്ട്. നമുക്ക് രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലാക്കും അതുപോലെ വൈറ്റും. ഞാനിപ്പോൾ ഒരു ലൈറ്റ് ബ്ലാക്ക് കളറാണ് ഇപ്പൊ മേടിച്ചേക്കുന്നത്. ഗൈസ്, ഇതൊരു ജെന്യുവൻ പാക്കേജ് ആണ്. നിങ്ങൾ ജെന്യുവൻ പാക്കേജ് ആണോ എന്ന് മേടിച്ചു കഴിഞ്ഞ് സാധനം വന്നതിന് ശേഷം ചെക്ക് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അത് റിട്ടേൺ വിടണം. ഗൈസ്, നമുക്കിതിനി അൺബോക്സ് ചെയ്യാം കേട്ടോ. ഗൈസ്, പിന്നെ ജെന്യുവൻ പാക്കേജ് ആണോന്ന് അറിയാനായിട്ട് ഇവർ തന്നെ ഇവരുടെ പുറകിൽ ഒരു സ്ക്രാച്ച് കൂപ്പൺ പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് ഇവരുടെ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ജെന്യുവൻ പാക്കേജ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു സീലുള്ളത് ഞാനത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അവൈലബിലിറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഇവിടെ നൂലിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ QS1 എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ. അത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് ഞാൻ നോക്കിയപ്പം. അപ്പം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ചാർജിങ് കേസാണ്. ഒരു ബൾക്കി ഫീലിംഗ് കേട്ടോ, കുറച്ച് നല്ല വലുപ്പമുണ്ട്. നല്ല വലുപ്പം തോന്നിക്കുന്ന, പക്ഷെ എന്നാൽ എത്ര വെയിറ്റ് തോന്നിക്കാത്ത ഒരു ചാർജിങ് കേസാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത്. അപ്പം നല്ലൊരു ഫീൽ ഉണ്ട്. വലിയ വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ ഭയങ്കര വലുപ്പമാണ്. നമുക്കത് പോക്കറ്റിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ഉള്ളത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടും പിന്നെ അതിൻ്റെ ഒരു ബാക്കി ആക്സറീസ് ബോക്സും ആണ്. ഗൈസ്, ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു 60-നും 90-നും ദിറംസിന് ഇടയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് വേരിയേഷൻ വരുന്നത്. നാട്ടിലൊരു 1500 രൂപയ്ക്ക് താഴെയായിരുന്നു ഇതിൻ്റെ നോർമലായിട്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആക്സറീസ് ബോക്സ് ഒന്ന് നോക്കാം. നല്ല വലിയൊരു ബോക്സ് കേട്ടോ. ഞാൻ ആ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എന്തുമായിരിക്കും ഇത്ര വലുപ്പം വരാൻ? എൻ്റെ മോനെ, ഈ തുണ്ടുകടലാസിന് വേണ്ടിയാണോ ഭായ് ഇത്രയും വലിയ ബോക്സ് അടിച്ചേക്കുന്നത്? അയ്യോ, ഒരു ചാർജിങ് കേബിള്. അപ്പോൾ അത്രയും വലിയ ബോക്സിനകത്തുള്ള ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇയർ ടിപ്സ്. ഇത്ര ഐറ്റമാണ് ഭായി അതിനകത്തുള്ളത്, വേറൊന്നുമില്ല. ബോക്സിന്റെ വലുപ്പം കണ്ടപ്പോൾ ഞാൻ ഏകദേശം ഇതോട്ട് വലിയ ഐറ്റംസ് ഒക്കെ കാണുന്നു. ജസ്റ്റ് ഒരു USB കേബിളും ടിപ്പും പിന്നെ യൂസർ മാനുവലും, ജസ്റ്റ് അത്ര ഐറ്റമുള്ളൂ. ഗൈസ്, നമുക്ക് ഇതിന്റെ കീ സ്പെസിഫിക്കേഷനും അതുപോലെ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഹിഡൻ സ്പെസിഫിക്കേഷനും ഫ്യൂച്ചേഴ്സും ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ബട്ട് ഇതാണ്. ഒരു പക്ക ഗ്ലോസി ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് അതിനകത്ത് തരുന്ന Qcy T2c. സോ ഇതിന്റെ കീ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് 3D സറൗണ്ടിങ് സൗണ്ട് ആൻഡ് IPX4 വാട്ടർ റെസിസ്റ്റന്റ്, CVC6 നോയ്സ് ക്യാൻസലേഷൻ ആൻഡ് ഓൾസോ BT5 Bluetooth 5 റിയൽ ടെക്കിന്റെ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഹിഡൻ സ്പെക്ക് നോക്കാം.
32 മണിക്കൂർ ലോങ് പ്ലേ ബാക്ക് അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ 6mm ഡൈനാമിക് ഡ്രൈവർ, അതുപോലെ ഗെയിം പ്ലേയിന് അൾട്രാ ലോ ലാറ്റൻസി ആഡിയോ ഡിലേ ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിം പ്ലേക്ക് നമുക്ക് അധികം ആഡിയോ ഡിലേ വരത്തില്ല. നെക്സ്റ്റ് ക്വിക്ക് ആൻഡ് സ്റ്റേബിൾ കണക്ഷൻ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് 10 to 50 മീറ്റർ റേഞ്ച് വരുന്നുണ്ട്. മോണോ ആയിട്ടും സ്റ്റീരിയോ ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. സിംഗിൾ പീസ് ആയിട്ടും ഡബിൾ പീസ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് അതിൻ്റെ അടുത്ത ഇതായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലൈറ്റ് വെയിറ്റ് ഡിസൈൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ഡിസൈൻ ആണ്. വോയിസ് അസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്യുവൽ മൈക്ക് സപ്പോർട്ടർ ആണ്. അതുപോലെ തന്നെ മൾട്ടി ഫങ്ഷൻ കീ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ സൗണ്ട് വൈസ് നോക്കുമ്പോൾ ഗായ്സ്, നമുക്ക് ആ വിലക്ക് കിട്ടുന്നതിന്റെ ഏറ്റവും മാക്സിമം സൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ 32 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ്. എന്താ അല്ലേ, അത് 32 മണിക്കൂർ, അതായത് എനിക്ക് ഒരാഴ്ചയൊക്കെ, അത് ഒരു പ്രാവശ്യം കുത്തിയിട്ട ഒരാഴ്ചയൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. അതിന്റെ ബഡ് മാത്രമായിട്ട് നമുക്ക് 4-5 മണിക്കൂർ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. പിന്നെ ക്വിക്ക് ആൻഡ് സ്റ്റേബിൾ കണക്ഷൻ, പിന്നെ ഇതിന്റെ വയർലെസ് റേഞ്ച്, ബ്ലൂടൂത്ത് റേഞ്ച് 50 മീറ്റർ ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട് തോന്നുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ മോണോ ആൻഡ് സ്റ്റീരിയോ കണക്ഷൻ. ഇത് സിംഗിൾ ഇയർബഡ് ആയിട്ടും ഡബിൾ ഇയർബഡ് ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒന്ന് രണ്ട് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൾക്കിയാണ്, കുറച്ച് ബൾക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനൊരു ആപ്പ് സപ്പോർട്ടോ അതുപോലെ തന്നെ കസ്റ്റമൈസേഷനോ അപ്ഡേറ്റോ ഒന്നും കിട്ടില്ല. അതൊക്കെ ഒരു പ്രീമിയം ഇയർബഡിന്റെ ഫ്യൂച്ചേഴ്സ് ആണ്. പക്ഷെ അതൊന്നും ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗൈസ്, നിങ്ങളുടെ കയ്യിൽ അധികം പൈസ മുടക്കാനില്ലെങ്കിൽ നിങ്ങൾ പ്രീമിയം ഹെഡ്സെറ്റ് മേടിച്ച് വെറുതെ പൈസ ചെലവാക്കണ്ട. ഗോ ഫോർ ഇറ്റ്. ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.